ബിഗ് ബോസ് മലയാളം സീസൺ 7. ശരിക്കും അനീഷിന്റെ PR ആരാണ്, അനീഷിന്റെ PR എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ചോദ്യം. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ഒരു ടാസ്ക് പറക്കും തളിക എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് ആണ് നടന്നുകൊണ്ടിരുന്നത്. ബോളുകൾ മേളിൽ നിന്ന് എറിയ, അത് കളക്ട് ചെയ്ത് ഏറ്റവും കൂടുതലുള്ള ആളുകൾ ജയിക്കും. അപ്പൊ ഫസ്റ്റ് റൗണ്ടില് ആര്യൻ, അക്ബർ, അനീഷ് ഇവരായിരുന്നു ഏറ്റവും ടോപ്പിൽ വന്നത്. ഫസ്റ്റ് റൗണ്ട് നോർമൽ റൗണ്ട് ആയിരുന്നു. അതിൽ ബ്ലാക്ക് ബോളും പരിപാടിയൊന്നും ഇല്ലായിരുന്നു, സാധാരണ റൗണ്ട് ആയിരുന്നു. അതിലാണ് ഈ പറയുന്ന അക്ബറും ആര്യനും അനീഷും ജയിച്ചത്. രണ്ടാമത്തെ റൗണ്ട് അക്ബറിന് ഈ ഒരു ബ്ലാക്ക് ബോൾ കിട്ടി. ബ്ലാക്ക് ബോൾ കിട്ടിയാലുള്ള പ്രത്യേകത നമുക്ക് വേണേൽ റൗണ്ട് റദ്ദാക്കാം. അപ്പൊ അക്ബർ ഇതുകൊണ്ട് റദ്ദാക്കുകയാണ്. മൂന്നാമത്തെ തവണ ഷാനവാസിന് കിട്ടി, ഷാനവാസ് ഇതുകൊണ്ട് റദ്ദാക്കുകയാണ്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ഷാനവാസെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യ്, ഷാനവാസെ എനിക്കിത് വേണേ സെക്കൻഡ് വരാൻ പറ്റും, ഷാനവാസ് ബുദ്ധി ഉപയോഗിച്ചൊന്നും ചെയ്യേ, ബുദ്ധി ഉപയോഗിച്ച് കളിക്കേ. ബുദ്ധി ഉപയോഗിച്ച് കളിക്കാതെ ഇത് റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട്, അനീഷിന് ആദർശങ്ങളുണ്ടെന്നാണ് ഓർത്തോണ്ടിരുന്നത്, അനീഷ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒട്ടുമിക്ക എല്ലാവർക്കും വേണ്ട റദ്ദാവണമെന്ന് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു അനീഷിനായിരുന്നു കൂടുതലും തോന്നുന്നു, കുറെ കളക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1 vs many ഈ ഒരു നരേറ്റീവ് തന്നെ പുറത്തേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ 6 സീസൺ കഴിഞ്ഞിട്ട് ഇത് തന്നെ പുറത്തേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് പുതിയതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം കാണാൻ പറ്റുന്നില്ല. ഈ കള്ളത്തരവും മാനിപ്പുലേഷനും പിന്നെ 1 vs many എന്നുള്ള ഈ ഒരു സാധനവുമാണ് പ്രേക്ഷകരുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അനീഷിന് സപ്പോർട്ട് കൂടുന്നത് എന്നുള്ളത് ഇവരാരും മനസ്സിലാക്കുന്നില്ല, ഈ മണ്ടന്മാരാരും മനസ്സിലാക്കുന്നില്ല. അനീഷിന്റെ PR ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലെ ഒരു പ്രമുഖ റിവ്യൂവർ തന്നെയാണ് അനീഷിന്റെ PR. അത് റിവേഴ്സ് സൈക്കോളജി കളിച്ച് ആ രീതിയിൽ PR ആയിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് പറഞ്ഞ ഓരോ വീഡിയോ ഇടും, അത് കണ്ട് പ്രേക്ഷകര് അനീഷിനെ പോസിറ്റീവായിട്ട് കമന്റ് ഇടും. അങ്ങനെയാണ് അനീഷിന് ഈ ഒരു PR പരിപാടി വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാനിവിടെ PR എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവ് പബ്ലിക് റിലേഷൻസ്. പോസിറ്റീവ് ആയിട്ടാണ് അനീഷിന് ഈ പബ്ലിക് റിലേഷൻ എല്ലാം. അത് പ്രേക്ഷകർ തന്നെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് സാരം. അങ്ങനെയാണ് അനീഷിന്റെ ഈ ഒരു സംഭവങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും ഉണ്ട് കേട്ടോ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവരെ നെഗറ്റീവ് പറഞ്ഞ് അനീഷിന്റെ നല്ല വശങ്ങള് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് അനീഷ് മോശമാണെന്ന് കാണിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയും, പ്രേക്ഷകർ അതിൽ നിന്ന് നല്ലത് കണ്ടെത്തി അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അനീഷിന്റെ PR വർക്ക് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. പിന്നെ ഹൗസിനകത്ത് അനീഷിന് കുറെ PRകളുണ്ട്. ആരൊക്കെയാണ്? അക്ബർ, പിന്നെ ഇന്ന് ഫൈറ്റ് ചെയ്ത ഷാനവാസ്, ആര്യൻ, സാബുമാൻ, ആദില, നൂറ, ഇവരൊക്കെയാണ് ശരിക്കും അനീഷിന്റെ PR എന്നുള്ളത് ഇന്ന് ലൈവ് കണ്ട എല്ലാവർക്കും, ഒരു കുഞ്ഞിന് പോലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഉണ്ടല്ലോ, ഇവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവർ ഒറ്റക്കെട്ടാണ്. അനീഷാണ് ഇവരുടെ ഉറ്റ ശത്രു, ഇവരുടെ പബ്ലിക് ആയിട്ടുള്ള ഒരു എനിമി അനീഷാണ്. അനീഷിനെയാണ് ഇവർക്ക് എല്ലാവർക്കും ടാർഗറ്റ് അനീഷാണ്. അനീഷിനെ ഇവർക്ക് പറയാനുള്ളൂ. അത് ഇന്ന് രാവിലെ ഷാനവാസുമായിട്ടുള്ള ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് നെവിനുമായിട്ടൊരു കശപിശ അനീഷ് ഉണ്ടാക്കിയായിരുന്നു. ഒരു എന്താ പറയാ, ഒരു മലയാളം വാക്ക്, സ്വിച്ചിന്റെ മലയാളം വാക്ക് എന്താണെന്ന് പറഞ്ഞ് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം നെവിൻ ചോദിച്ചു. അണയാൻ പോകുന്നത് ഈ ആള് കത്തുന്നു എന്ന് പറഞ്ഞ പോലെയാണ് നെവിന്റെ കാര്യം. നെവിൻ വളരെ ലോ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച മിക്കവാറും ഔട്ട് ആവുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ രീതിയിലുള്ള ഒരുമാതിരി വൃത്തികെട്ട ചൊടിപ്പിക്കുന്ന ലെവലിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അനീഷിനപ്പോൾ അത് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ അതും പറഞ്ഞിട്ട് ഒരു ഫൈറ്റ് ആവുന്നുണ്ട്. നെവിൻ ഒരു കാര്യത്തെ ഏറ്റുപിടിച്ചത് അറിയാലോ, ആര്യൻ, അക്ബർ, പിന്നെ സാബുമാൻ ഇവരൊക്കെ ഏറ്റുപിടിച്ചതൊക്കെ ഫൈറ്റ് ചെയ്യും. പിന്നെ ഇക്കയും പെങ്ങന്മാരും വീണ്ടും ഒന്നായി. ഇക്കയും പെങ്ങന്മാരും ഇവരുടെ ശത്രുവായി മാറിയിരിക്കുകയാണ് അനീഷ്. അതറിയാമായിരുന്നു. കാരണം ആദിലയ്ക്ക് നൂറയ്ക്ക് വേണ്ടി അനീഷ് എത്രമായിട്ട് അലസെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഒരു നന്ദിയും കാണത്തില്ല. അവർക്ക് എപ്പോഴും ഇക്ക തന്നെയാണ് വലുത്. അപ്പൊ ഇക്കയും പെങ്ങന്മാരും എല്ലാവരും കൂടി ഏറ്റുപിടിച്ച് ഷാനവാസിന്റെ ഒടുക്കത്തെ മാനിപ്പുലേഷനാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും എല്ലായിടത്തും ഷാനവാസിന്റെ കൈമുദ്ര ഉണ്ടെന്ന് പറയുന്ന പോലെ മാനിപ്പുലേഷനോട് മാനിപ്പുലേഷനാണ്. രാവിലെ തുടങ്ങി ഇയാൾ എന്തുമാത്രം കള്ളങ്ങളാണ് പറഞ്ഞു കൂട്ടിയത് ഇയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ ലെവല് കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും അക്ബറിനൊക്കെ അടുത്ത ഒരു കാര്യം 100 തവണ പറഞ്ഞങ്ങ് സ്ഥാപിക്കുകയാണ്. അനീഷ് കള്ളനാണ്, അനീഷ് ഉഡായിപ്പാണെന്ന് പറഞ്ഞങ്ങ് സ്ഥാപിക്കുകയാണ്. അപ്പോ ഈ രീതിയിൽ മാനിപ്പുലേഷൻ കളിച്ച് ഷാനവാസ് എത്ര നാൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യം അറിയത്തില്ല. ഇത് പ്യുവർലി ഇത് കാണുന്നവർക്ക് എന്താ ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്, തലയിൽ മണ്ണൊന്നുമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എത്രയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും സൂര്യൻ ആ കറുത്ത മറന്നേക്ക് പുറത്ത് വരും. അതുകൊണ്ട് ഷാനവാസ് അതൊക്കെ തിരിച്ചറിഞ്ഞ് കളിക്കുക. ലാലേട്ടൻ വന്നൊരു ഡോസ് തന്നിട്ട് പോയതാണ്. ഇനി അടുത്ത ആഴ്ചയിൽ ലാലേട്ടൻ വന്നിട്ട് ഡോസ് തരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയായിരുന്നു ലൈവിനകത്ത്. അനീഷിന്റെ PR എന്ന് പറഞ്ഞ ഇവരൊക്കെ തന്നെയാണ്. അനീഷ് എത്രയൊക്കെ എന്തൊക്കെ ചെയ്തു ചെയ്യാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനീഷിന് വേണ്ടി PR പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്. ഈ പറയുന്ന ഈ ഹൗസിനകത്ത് ഇൻഹൗസ് PRകളും പിന്നെ പുറത്ത്
നെഗറ്റീവ് ആക്കാൻ വേണ്ടി വീഡിയോ ചെയ്ത് അത് തിരിച്ചടിക്കുന്ന ഉൾട്ടയടിക്കുന്ന അങ്ങനത്തെ PR-കളുമാണ് അനീഷിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ PR എന്ന് നിങ്ങൾ വിളിച്ചോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എനിക്കറിയാം, ഞാൻ എന്റെ മനസ്സാക്ഷിയെ ബോധിപ്പിച്ചാൽ മതി. നമ്മൾ എല്ലാ സീസണിലും പറയുന്ന കാര്യമാണ്, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തന്നെ പറയും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. പരമാവധി ജെന്യുവിൻ ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിൽ പോലും നമ്മൾ ഒരു ഉടായ്പ ഉത്തരം കാണിക്കത്തില്ല. ഇപ്പം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാരണങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് കാരണമാണ് കണ്ടുപിടിക്കാനുള്ളത്? പച്ച കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തം. അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.